ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗെയിമിലുള്ള ഡെഡ്ലി കോമ്പിനേഷനെ പറ്റി പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നല്ല രീതിയിൽ റെസ്പോണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആ ഒരു വീഡിയോയിൽ നമ്മൾ 3ഓളം ഡെഡ്ലി കോമ്പിനേഷനെ പറ്റിയാണ് സംസാരിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ പ്ലെയിൻ സ്റ്റൈലിൽ നമ്മുടെ ഗെയിമിൽ വരുത്താൻ സാധിക്കുന്ന അത്രയും ഡെഡ്ലി ആയിട്ടുള്ള കോമ്പിനേഷൻ ഒരുപാടുണ്ട്. ആ ഒരു കോമ്പിനേഷനിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള 6ഓളം കോമ്പിനേഷനാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. സോ അതിൽ നമ്മൾ പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ 3ഓളം കോമ്പിനേഷൻ നോക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് അതിൻ്റെ ബാക്കിയായിട്ടുള്ള 3ഓളം ഡെഡ്ലി കോമ്പിനേഷനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. സോ ഇതിൽ നമ്മുടെ ഒന്നാമത്തെ കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. മറ്റൊന്നുമല്ല, ഫോൾസ് 9 തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ CFൽ നമ്മുടെ പെലയുടെ ഡീപ് ലൈൻ കാർഡ് കാണാൻ സാധിക്കും. യെസ്, ഡീപ് ലൈൻ ആണ്. ഡീപ് ലൈൻ ഫോർവേഡിൻ്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ക്രിയേറ്റീവ് പ്ലേ മേക്കർ എങ്ങനെ മിഡിൽ കളിക്കുന്നു ആ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്ലെയർ നമ്മുടെ CF പൊസിഷനിലും കാഴ്ചവെക്കാൻ പോകുന്നത്. അതായത് അത്യാവശ്യ ഘട്ടത്തിൽ റൺ എടുക്കാനും അതുപോലെ തന്നെ മറ്റുള്ള സമയത്ത് സപ്പോർട്ടീവായിട്ട് ഗെയിം ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രിയേറ്റീവ് സ്ട്രൈക്കറായിട്ട് ഡ്രോപ്പ് ചെയ്ത് കളിക്കുന്ന ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഡീപ് ലൈൻ ഫോർവേഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. സോ ഈ ഒരു ഡീപ് ലൈൻ ഫോർവേഡും നമ്മുടെ AMFലെ ഈ ഒരു ഹോൾ പ്ലെയറുമാണ് ഇവിടെ കോമ്പിനേഷൻ വർക്കൗട്ട് ആക്കുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു സ്ട്രൈക്കർ ഡ്രോപ്പ് ചെയ്ത് ബാക്കിലോട്ടേക്ക് ഇറങ്ങുന്ന ടൈമിൽ ഈ ഒരു പ്ലെയറെ മാർക്ക് ചെയ്തിട്ടുള്ള ഓപ്പോണന്റ് CBയും ഈ ഒരു പ്ലെയറുടെ കൂടെ മുന്നോട്ടേക്ക് പ്രസ് ചെയ്ത് വരാനുള്ള ഒരു ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഓപ്പോണന്റ് CB ഔട്ട് ഓഫ് പൊസിഷൻ ആവുകയും ആ ഒരു പൊസിഷനിലേക്ക് നമ്മുടെ ഹോൾ പ്ലെയർ റൺ എടുത്ത് ഗോൾ സ്കോറും കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഈ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആവുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വിങ്ങിൽ റോമിംഗ് ഫ്ലാങ്കിനെ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലെയർ ഡ്രോപ്പ് ചെയ്ത് വരുന്ന ടൈമിൽ ഈ ഒരു സ്പേസിൽ നമ്മുടെ 2 പ്ലേയേഴ്സ് റൺ എടുക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഗോൾ സ്കോർ ചെയ്യാൻ അത്രയും നല്ല ഓപ്പർച്യൂണിറ്റി വേറെ ഗെയിമിൽ കിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സോ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഡെഡ്ലി കോമ്പിനേഷൻ തന്നെയാണ് നമ്മുടെ ഗെയിമിൽ. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഗെയിം പ്ലാനിൽ അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മുടെ സെക്കൻഡ് കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 4-2-4 എന്ന് പറഞ്ഞ ഈ ഒരു ഫോർമേഷനിലാണ് നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ LBയിൽ നമ്മുടെ ഫുൾ ബാക്ക് ഫിനിഷർ ആയിട്ടുള്ള ഈ ഒരു കാർഡ് കാണാൻ സാധിക്കും. യെസ്, ഫുൾ ബാക്ക് ഫിനിഷർ. അതോടൊപ്പം നമ്മൾ ഏതൊരു പ്ലെയിൻ സ്റ്റൈലാണ് കോമ്പിനേഷൻ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം വിങ് തന്നെ നമ്മുടെ പ്രൊലിഫിക് വിങ്ങറേയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഈ ഒരു കോമ്പിനേഷൻ ഗെയിമിൽ എങ്ങനെ ഡെഡ്ലി കോമ്പിനേഷൻ ആവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വിങ്ങറെ മാർക്ക് ചെയ്ത് നമ്മുടെ ഓപ്പോണന്റിന്റെ ആങ്കർ മാൻ അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ട്രോയർ കാർഡൊക്കെ വിങ്ങിലേക്ക് വരുന്ന ടൈമിൽ നമ്മുടെ ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഈ ഒരു ഫുൾ ബാക്ക് ഫിനിഷർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റണ്ണും കാര്യങ്ങളൊക്കെ നമ്മുടെ പോസ്റ്റിലേക്ക് ഓപ്പോണന്റ് പോസ്റ്റിലേക്ക് എടുക്കുകയും അതുവഴി നിങ്ങൾക്ക് വിങ്ങുന്ന ഒരു ബോളും കാര്യങ്ങളൊക്കെ ഒരു ത്രൂ പാസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയർക്ക് നന്നായിട്ട് തന്നെ ഗോൾ സ്കോർ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി, അതായത് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഈ ഫുട്ബോളിൽ അല്ലാന്നുണ്ടെങ്കിൽ റിയൽ ആയിട്ടുള്ള ഫുട്ബോളിൽ പോലും നമ്മൾക്ക് അത്രത്തോളം ആവശ്യമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ആണ്. നമ്മൾക്ക് എത്രത്തോളം സ്കിൽ ഉണ്ടായിട്ടും എത്രത്തോളം പേസ് ഉണ്ടായിട്ടും ഒന്നും കാര്യമില്ല. ഓപ്പോണന്റിന്റെ ക്രൂഷ്യൽ ഏരിയ ആയിട്ടുള്ള ഈ ഒരു ഭാഗത്തൊക്കെ സ്പേസ് കിട്ടിയാലാണ് തീർച്ചയായിട്ടും നമുക്ക് ഗോളും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്യാൻ സാധിക്കുക. സോ ഇതുപോലുള്ള കോമ്പിനേഷനൊക്കെ ഗെയിമിൽ പരീക്ഷിക്കുന്ന ടൈമിൽ നമുക്ക് സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്യാവശ്യം ഫിനിഷ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടാറ്റിക്സ് വഴി തന്നെ നിങ്ങൾക്ക് ഗോൾ സ്കോറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു കോമ്പിനേഷൻ ഗെയിമിൽ ഡെഡ്ലി ആയിട്ട് കിടക്കുന്നത് തന്നെയാണ്. ഓപ്പോണന്റ് ഹാഫിൽ സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുകയും ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഇവിടെ അറ്റാക്കിങ്ങിൽ ആഡ് ആകുന്ന ടൈമിൽ നമ്മുടെ ഓപ്പോണന്റ് ഡിഫൻസ് തീർച്ചയായിട്ടും ബീറ്റൺ ആവുകയും നമുക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. സോ നിങ്ങൾ ഈ ഒരു കോമ്പിനേഷൻ ഗെയിമിൽ അപ്ലൈ ചെയ്ത് നോക്കുക. സോ നമ്മുടെ തേർഡ് കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ, യെസ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ 4-2-1-3 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷനിലാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. ഒരു പക്ഷേ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഉള്ള ഗെയിം പ്ലേയിൽ അപ്ലൈ ചെയ്തേക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ DMFൽ ഒരു ആങ്കർ മാനിങ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബോക്സ് ടു ബോക്സ് പ്ലെയറിങ് കാണാൻ സാധിക്കും. ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഡെഡ്ലി കോമ്പിനേഷൻ ആവും ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ആങ്കർ മാൻ എന്ന് പറയുന്നത് ഇൻവിസിബിൾ ഡിഫൻസീവ് ഷീൽഡ് തന്നെയാണ്. സോ ഈ ഒരു പ്ലെയറുടെ കൂടെ നമ്മുടെ ബോക്സ് ടു ബോക്സ് പ്ലെയർ കൂടി ആഡ് ആകുന്ന ടൈമിൽ ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെ വർക്കൗട്ട് ആവും ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആങ്കർമാൻ അധികമായിട്ട് മുന്നോട്ട് പോകാത്തതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലെയറുടെ ഈ ഒരു പൊസിഷനിൽ നന്നായിട്ട് തന്നെ ഈ ഒരു പ്ലെയർ കവർ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോക്സ് ടു ബോക്സ് പ്ലെയർക്ക് എക്സ്ട്രാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുകയും നല്ല രീതിയിൽ പ്രസ് ചെയ്ത് പോകാനുള്ള ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലെയർക്ക് കിട്ടുകയും അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ ഈ ഒരു പ്ലെയർ നന്നായിട്ട് തന്നെ കളിക്കാൻ സാധിക്കുകയും ചെയ്യും. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമ്മുടെ ഷീൽഡ് ആയിട്ടുള്ള ഈ ഒരു ആങ്കർ മാന് ഇവിടെ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഡിഫൻസീവ് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ വേണ്ടുന്ന ടൈമിൽ നിങ്ങൾ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങളുടെ DMFൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ അറ്റാക്കിങ്ങും ഡിഫൻസീവ് ആയിട്ടുള്ള സപ്പോർട്ടും ബാലൻസ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ഗെയിമിൽ ഒരുപാട് പ്ലേയേഴ്സും ഒരുപാട് എപ്പിക് കാർഡൊക്കെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഇതുപോലുള്ള കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ഗെയിമിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗെയിം പ്ലാനിൽ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ 2 വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തേക്കുന്ന ഈ ഒരു 6ഓളം കോമ്പിനേഷനുകൾ നിങ്ങൾ ഗെയിം പ്ലേ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.